ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. പാരാതെ ശാന്തി പകരും പരമാർത്ഥ തത്വമാരാഞ്ഞറിഞ്ഞഹിലലോക ദയാലുവായി നേരായ മാർഗമരുളിച്ചന സഞ്ജയത്തിനാരാധ്യനായ ഗുരുദേവാ നമോ നമസ്തേ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാശ്രി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ വളരെയേറെ ബഹുമാനപ്പെട്ട അഡ്മിൻ ശ്രീ അനിൽജി, കൂട്ടായ്മയിലെ മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ആത്മസഹോദരങ്ങളെ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളുടെ കൂട്ടായ്മയിൽ കർക്കിടക മാസം 1 മുതൽ കന്നി 5 വരെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതക മഹായജ്ഞാചരണത്തിൽ പങ്കാളിയാകുവാൻ എനിക്ക് വീണ്ടും ഒരവസരം വന്നിരിക്കുകയാണ്. ഭഗവാന്റെ വളരെയേറെ പ്രാധാന്യമേറിയ കൃതി ആയ ആത്മോപദേശ ശതകത്തിലെ 89, 90 എന്നീ ശ്ലോകങ്ങളുടെ അർത്ഥവിശകലനമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മളുടെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെല്ലാം തന്നെ ആത്മോപദേശ ശതകത്തെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മുഖവുരയുടെ ആവശ്യമില്ല. ഭഗവാന്റെ ശ്രേഷ്ഠകൃതി എന്നതിലപ്പുറം നമുക്കതിനെ വേറെ ഒന്നും പറയുവാനില്ല. ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിച്ചിരുന്ന കാലത്താണ് ഈ ആത്മോപദേശ ശതകം എന്ന മഹത്കൃതി രചിച്ചതെന്ന് കരുതപ്പെടുന്നു. ആ 1898 ആ കാലഘട്ടത്തിലാണ് ആത്മോപദേശ ശതകം രചിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ആത്മസ്വരൂപം, സാധനാമാർഗങ്ങൾ, അനുഭൂതി ദശകങ്ങൾ, വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. ശതകം എന്നാൽ 100 പദ്യങ്ങൾ അടങ്ങുന്ന കൃതിയാണ്. ശ്രുതിയുക്തി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്വൈത ബോധമാണ് ജഗത്തിന്റെ പരമസത്യമെന്ന് സംശയാതീതമായി ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വാനുഭവത്തിന്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് വെറും വായനയിലൂടെ തന്നെ ദിവ്യത്വം പകർന്നനുഭവിക്കാൻ ഉതകുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആ സ്ഥിതിക്ക് ഇത് വേണ്ട പോലെ നന്നായിട്ട് മനനം ചെയ്ത് ഗ്രഹിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമേ ഇല്ല. ശാസ്ത്രബോധവും അനുഭവഭാഗ്യവും സിദ്ധിക്കാത്തവർക്ക് ഇതിൻ്റെ താല്പര്യം സ്പഷ്ടമാക്കാൻ പ്രയാസമാണ്. ഈ മഹത്കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്ന ഒരാൾ ഒരു ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹരായി തീരുന്നതാണ് എന്ന് ഭഗവാൻ ഈ കൃതിയിലൂടെ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ആത്മസഹോദരങ്ങളെ, ആത്മോപദേശ ശതകത്തിലെ 89, 90 ശ്ലോകങ്ങളുടെ അർത്ഥവിശകലനത്തിലേക്ക്. 89ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. അറിവിലിരുന്ന സദസ്തി എന്ന സഖ്യം പൊരിയിളകിപ്പുവനം സ്ഫുരിക്കയാലേ അറിവിനെ വിട്ടൊരു വസ്തു വന്യമില്ലെന്നറിയണമീ അറിവൈക്യ രൂപ്യമേകും. ഇതിൻ്റെ പദം തിരിച്ചുള്ള അർത്ഥം ഇങ്ങനെയാണ്. അറിവിലിരുന്ന്, കേവലമായ അറിവിലിരുന്ന്, അസത് അസ്തി എന്ന് ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയം തോന്നത്തക്ക വിധത്തിൽ അസഖ്യം, കണക്കറ്റ, പൊരിയിളകി, തീപ്പൊരികൾ ഇളകിത്തെറിച്ച്, ഭുവനം, പ്രപഞ്ചം, സ്ഫുരിക്കയാലേ പ്രതീതമാകുന്നതുകൊണ്ട് അറിവിനെ വിട്ട് അറിവിൽ നിന്നും വേറിട്ട
ഒരു വസ്തു അന്യമില്ലെന്ന്, വേറൊരു സത്ത ഇല്ലെന്ന് അറിയണം. ഈ അറിവ് ഇങ്ങനെയുള്ള ജ്ഞാനം ഐക്യരൂപ്യമേകും ഏക രൂപം നൽകും. ഒരേ തത്വം തന്നെയാണ് പലവിധ ദൃഷ്ടാന്തങ്ങളിലൂടെ ഗുരു ആവിഷ്കരിക്കുന്നത്. എന്നാൽ ഒരു ശ്ലോകം വേറൊരു ശ്ലോകത്തിന് പകരം വയ്ക്കാനും ആവുന്നതല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ പതിഞ്ഞു പോയ കുറെ അർത്ഥങ്ങളാണ് പൊന്തി വരിക. എന്നാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥത്തിലൊന്നുമല്ല അറിവെന്ന് പ്രയോഗിക്കുന്നത്. അഗ്നികുണ്ഡം നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ നിന്നും തീപ്പൊരികൾ ചിതറിത്തെറിക്കുന്നത് പോലെയാണ് ലോകം പ്രതീതമാകുന്നത്. ആ പ്രതീതിയാകട്ടെ വളരെ ക്ഷണമാത്രമായ നേരമേ നിലനിൽക്കുന്നുള്ളൂ. ഒരു തീപ്പൊരി കുറച്ചു നേരം വായുവിൽ തങ്ങി നിന്ന് ചാരമായി തീരുന്നു. അതുകൊണ്ടാണ് അസത് അസ്ഥി, ഇല്ലെന്നും ഉണ്ടെന്നും പറയാവുന്ന അസംഖ്യം തീപ്പൊരികൾ ഇളകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം തന്നെ സദ്ഭാവവും അസദ്ഭാവവും ലോകത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ അറിവാകട്ടെ സത്ത മാത്രമാണു താനും. ആ സത്തയിൽ നിന്നാണ് സത്തും അസത്തും കൂടിക്കലർന്ന ഭുവനം ജനിക്കുന്നത്. ഇതിൽ അസത്തിന് കാരണമായിരിക്കുന്നത് മായയാണ്. മായ അറിവിൽ നിഹിതമാണെങ്കിലും മായയാൽ അബാധിതമാണ് അറിവ്. മായയെ അതിലംഘിച്ചുകൊണ്ട് തന്നെ കേവലമായ അറിവിന് നിലനിൽക്കുവാൻ കഴിയും. എന്നാൽ ജീവിതാത്മാത്മ്യമുണ്ടായാൽ ഈ മായ അവിദ്യാരൂപത്തിൽ എല്ലാ ജീവികളിലും വസിക്കും. അങ്ങനെയാണ് ലോകം ഉണ്ടെന്നും ഇല്ലെന്നും മുറമാറി പ്രകടമാകുന്നത്. വിശ്വാസവും അവിശ്വാസവും ഓർമ്മയും മറവിയും ഉണർവും ഉറക്കവും എല്ലാം മായയുടെ വരുതിയിൽ വരുന്നതാണ്. എന്നാൽ അറിവിന്റെ കേവല സ്വരൂപത്തിൽ ഈ ദ്വന്ദ്വാനുഭവങ്ങളിൽ നിന്നൊക്കെ വിമുക്തിയുണ്ട്. അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ലെന്ന് അതുകൊണ്ടറിയണം. എന്നാൽ മാത്രമേ ഇവിടെ കാണുന്ന നാനാരൂപങ്ങളിലും ഐക്യത്തിന്റെ പ്രകാശധാരയെ വിളക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ആത്മോപദേശ ശതകത്തിന്റെ 89 ശ്ലോകത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നു. അടുത്തത് ഭഗവാന്റെ ആത്മോപദേശ ശതകത്തിലെ 90 ശ്ലോകമാണ്. അനൃതമൊരസ്ഥിതയെ മറയ്ക്കുകില്ലെന്നനുഭവമുണ്ടു സദസ്തി എന്നിവണ്ണം. അനുപദമസ്ഥിതയാലിതാവൃതം സത്ഘനമതിനാലെ കളേബരാധികാര്യം. അനൃതം എന്നാൽ അസത്യം. ഒരസ്ഥിതയെ മറയ്ക്കുകില്ല, സത്യത്തെ മറയ്ക്കുകയില്ല. സത് അസ്ഥി എന്നിവണ്ണം ആത്മസത്ത ഉണ്ടെന്നുള്ള തരത്തിലുള്ള എന്ന അനുഭവമുണ്ട്. അനുഭവം എല്ലാവർക്കും ഉള്ളതാണ്. അനുപദം ഓരോ അനുഭവവും, അസ്ഥിതയാൽ സത്താചേതനയാൽ, ഇതാവൃതം നിറവുള്ളതാണ്, അതിനാലെ അതുകൊണ്ട്, കളേബരാധികാര്യം ശരീരം തുടങ്ങിയ കാര്യപ്രപഞ്ചം മുഴുവനും, സദ്ഘനം സത്തിനാൽ വ്യാപ്തമാണ്. ഒരു നുണ പറഞ്ഞാൽ ആ കള്ളം പൊളിയാതിരിക്കണമെങ്കിൽ നിരന്തരം നുണകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലും സത്യം എന്നെങ്കിലും തല നീട്ടി പുറത്തു വരാതിരിക്കില്ല. സത്യം എത്ര മറച്ചു വെച്ചാലും മറഞ്ഞേയിരിക്കുന്നുള്ളൂ, ഇല്ലാതായിത്തീരുന്നില്ല. നമ്മുടെ സാമൂഹികതയും മതവും വിദ്യാഭ്യാസവും മാമൂലുകളും എല്ലാം വ്യാജമാണ്. ഈ വ്യാജ ജീവിതത്തിന്റെ പരിരംഭണത്തിൽപ്പെട്ടിരിക്കുന്ന സാധാരണ മനുഷ്യന് എപ്പോഴെങ്കിലും സത്യത്തിന്റെ ഒരു നേർത്ത അനുഭവം ഉണ്ടാകാതിരിക്കുകയില്ല. അതോടെ അദ്ദേഹം സത്യത്തെ പൂർണ്ണമായി അറിയാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കും. ഇരുളടഞ്ഞ ഗർത്തത്തിലൂടെ നടന്നു നീങ്ങുന്ന ജനാവലിയെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. മലമുകളിൽ പണിത ഒരു നഗരത്തെ ഒന്നുകൊണ്ടും മറച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. നാം എത്ര നിഷേധിച്ചാലും നമ്മളിൽ മറഞ്ഞിരിക്കുന്ന സത്താചേതനയെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ കഴിയുക? ഞാൻ ഇല്ല, ഞാൻ ഇല്ല എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഇല്ലാതാകുമോ? ഞാൻ അജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ അജ്ഞാനിയാകുമോ? ജ്ഞാനം കൊണ്ടല്ലേ അയാൾ അത് പറയുന്നത്. ജ്ഞാനമില്ലാത്തതിനാൽ എങ്ങനെയാണ് അയാൾ അജ്ഞാനിയാണെന്ന് അറിയുക? അതുകൊണ്ട് സത്തയെ ഒരിക്കലും അസത്യം കൊണ്ട് മറയ്ക്കുവാൻ കഴിയുകയില്ല. സത്യം ശാശ്വതവുമാണ്, അനൃതം അശാശ്വതമാണ്. നമ്മുടെ
ഓരോ അനുഭവത്തിലും നിറഞ്ഞിരിക്കുന്ന ഉണ്മ തന്നെയാണ് എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് സദ്ഘനം എന്ന് പറയുന്നത്. മനുഷ്യനും ഉരകങ്ങളും പക്ഷികളും മൃഗങ്ങളും മാമലകളും മണ്ണും വിണ്ണും എല്ലാം സദ്ഘനമാണ്. സദ്ഘനമായി അറിയുമ്പോഴാണ് അനേകതകൾ അതിരോഭവിക്കുന്നത്. അങ്ങനെയാണ് സദാനന്ദമായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നു എന്ന് ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ ഈ 90ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി പ്രതിപാദിച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ആത്മസഹോദരങ്ങളെ, ആത്മോപദേശ ശതകത്തിന്റെ 89ഉം 90 ശ്ലോകങ്ങളുടെ അർത്ഥവിശകലനം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ സദയം ക്ഷമിക്കുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.